ഇതാ LDF സർക്കാർ 3.0 ഇവിടെ അരങ്ങൊരുങ്ങുകയാണ്. പൊതുസമൂഹം അത് പറയുകയാണ്. നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ആ വാചകങ്ങൾ ആദ്യം പറഞ്ഞത് CPM-കാരല്ല, അത് പറഞ്ഞത് കോൺഗ്രസ്സുകാരായിരുന്നു, അത് പറഞ്ഞത് ശശി തരൂരായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവരായിരുന്നു മൂന്നാം ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. അതായത് എതിരാളികളുടെ മനസ്സുകളിൽ മനു ഇപ്പോൾ പറഞ്ഞതുപോലെ, അതായത് ആളുകൾ കൈ ചേർത്ത് പിടിച്ച് കോർത്തു പിടിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കടന്നു വരാൻ കൈ കോർത്തു പിടിച്ച് ആളുകൾ മുഖ്യമന്ത്രിക്ക് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ്. കാരണം വളരെ നേർത്ത സമ്മേളന നഗരിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ കാണുന്നത് ലക്ഷോപലക്ഷം മനുഷ്യർ അണിനിരന്ന ഈ പറഞ്ഞ സീതാറാം യെച്ചൂരി മുമ്പ് പറഞ്ഞതുപോലെ അകലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരിലേക്ക് വരെ കൈപായിച്ച് അഭിവാദ്യം ചെയ്ത് അവരിലേക്ക് നോക്കിക്കൊണ്ട്, പക്ഷേ ആശ്രമ മൈതാനം നിറഞ്ഞു കവിഞ്ഞതിന്റെ 10 മടങ്ങ് ആളുകൾ കൊല്ലം നഗരം മുഴുവൻ നിറഞ്ഞു കവിയുന്ന സൂചികൂട്ടാനിടയില്ലാത്ത വിധം കൊല്ലം ഈ ആശ്രമ മൈതാനവും എന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഒരു കാര്യം പറയാൻ കഴിയും, ഇത് CPM പ്രവർത്തകർ മാത്രമല്ല, ഇത് കൊല്ലം മുഴുവനാണ്. അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി, ഈ നാടിന്റെ ഒരു പരിച്ഛേദമായിക്കൊണ്ട് ഈ കൊല്ലത്തെ ആശ്രമ മൈതാനം മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് എല്ലാത്തിനും ഉപരിയായി, രാഷ്ട്രീയത്തിന് ഉപരിയായിക്കൊണ്ട് കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു സർക്കാരിന്, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അതിനുള്ള ഒരു മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു മഹാപ്രവാഹം കൊല്ലത്തെ ആശ്രമ മൈതാനം എന്ന് പറയുന്നതിന് തന്നെ ഇനി അടിസ്ഥാനമില്ല. കൊല്ലം നഗരം മുഴുവൻ ഒരു മൈതാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യക്കടലായി വെറും ചെങ്കടലായി മാറുന്ന കൊല്ലം നഗരം, അതാണ് മനുഷ്യക്കടൽ. അസാധ്യമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. കൊല്ലം ആശ്രമ മൈതാനത്തിലേക്ക് ചുരുങ്ങുന്നു. ഇതാ ആശ്രമ മൈതാനം എന്നതിനപ്പുറത്തേക്ക് കൊല്ലം മുഴുവൻ ഈ എത്തുമ്പോൾ കൂടെ ചേർന്നാണ് ഈ കൊല്ലത്തെ മനോഹരമായ ഒരു സംഘടനാക്കുന്നത്. പ്രവചനാതീതമാണ്, വാക്കുകൾക്ക് അതീതമാണ് ഈ ദൃശ്യങ്ങൾ. അത്രയേറെ മനോഹരമായ നമ്മൾ ഹൃദയത്തിലേക്ക് വല്ലാതെ കുറിച്ച് പോകുന്ന കൊല്ലത്തെ ഈ പാർട്ടി സമ്മേളനത്തിൽ ഈ സമീപകാലത്തല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞൊരു കുറെ നാളുകൾ എടുത്താൽ ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല എന്നതാണ് ഏറ്റവും സുന്ദരമായ ഒരു ദൃശ്യമായിട്ട് പറയാൻ കഴിയുന്നത്. സംസ്ഥാന സമ്മേളനത്തെ കൊല്ലം ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. മനുഷ്യക്കടലായി ഇങ്ങനെ കൊല്ലം വിളിച്ചു പറയുന്നു, ഇതാണ് കേരളം, ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം, ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എന്ന് പറയുന്നത്. ആ രീതിയിൽ കൊല്ലം നിങ്ങളോട് പറയുന്നു, ഇത് കേരളത്തിന്റെ മനസ്സാണ്, കേരളം നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതോരം ചേർന്നുകൊണ്ട് ചെങ്കടലായി ഇതാ കൊല്ലം കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. അതാണ് അസാധ്യമാണ്. ഇതുപോലെ ദൃശ്യം സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മനുഷ്യക്കടൽ അത്രമാത്രം ആളുകൾ ഇല്ലേ, അതായത് ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടും അതിന്റെ ഒരു സ്വയം അച്ചടക്കത്തോടുകൂടി ആളുകൾ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാതെ അവരുടെ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സ്വയം അച്ചടക്കത്തോടെ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ ചുവപ്പ് വളണ്ടിയർമാർ അവരുടെ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം കടന്നു പോകാനുള്ള അവസരം ഒരുക്കുന്ന ഒരു കാഴ്ച. എത്ര മനോഹരമാണ് ഈ കാഴ്ച. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധ്യമാകാത്ത ഇത്രയും വലിയ ജനസഞ്ചയമെത്തി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPIM ആണെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു മഹാപ്രകടനമാണ് തന്നെ ഇത്. ഇപ്പോൾ അരുണും ഇവിടെ സന്തോഷം മനുവും നിശ്ചയം പറഞ്ഞതുപോലെ തന്നെ വളരെ ആവേശകരമായി തന്നെ ഒരുങ്ങി മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുന്നുണ്ട്. കാരണം ഇടുങ്ങിയ വഴി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിലൂടെ വേണം ഈ മനുഷ്യരെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ വേദിയിലേക്ക് എത്തിപ്പെടാൻ. സംഘാടകർ വലിയ തോതിൽ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായിട്ടുള്ള സ്കൂൾ കലോത്സവമൊക്കെ നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ ഈ ആശ്രമ മൈതാനം. നോക്കൂ, അവിടമാണ് പ്രേക്ഷകർ ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിലൂടെയും മറ്റും.
ആയിരക്കണക്കിന് ചെങ്കൊടികളുടെ പിന്തുണയോടെ ചെങ്കൊടികളേന്തിയ കൈകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ പാർട്ടിയും ഈ മുന്നണിയും അതുവഴി കേരളവും വികസനത്തിന്റെ പുതിയ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടാണ് ഇവിടെ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ഒത്തുകൂടിയ ജനത പിന്തുണ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ അത് 3 ഊഴം 3.0 LDF വീണ്ടും അധികാരത്തിലേക്ക് 2026 എന്ന് പറയുന്ന വലിയ ചിന്തയെ ആവേശത്തോടെ നെഞ്ചേറ്റുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ആവേശകരമാണ്. മുഖ്യമന്ത്രിക്ക് കടന്നു വരാൻ കഴിയാതെ അങ്ങ് അകലുന്ന മനുഷ്യരെ പോലും ഇങ്ങനെ മുദ്രാവാക്യം ചെയ്ത് മുഖ്യമന്ത്രി കടന്നു വരുന്നു. മുദ്രാവാക്യം വിളി പിന്നിൽ നിന്നും ഉയരുന്നത് ആ മുദ്രാവാക്യം വിളികൾക്ക് നടുവിലൂടെ മുഖ്യമന്ത്രി ഈ ആവേശകരമായ ഈ യാത്രയിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി വളരെ ആവേശത്തോടെ നിൽക്കുന്ന ആളുകൾ, ചെറുപ്പക്കാർ, കുട്ടികൾ, അതുപോലെ തന്നെ യുവാക്കൾ, യുവതികൾ, പ്രായമായവർ, പ്രായഭേദമന്യേ എല്ലാവരും കാഴ്ച ഞങ്ങളിങ്ങനെ നേരിൽ കണ്ടുകൊണ്ടാണ് കൈരളിയുടെ പ്രേക്ഷകരുമായി കൊല്ലത്തെ ഈ അതിഗംഭീരമായ ഈ മഹാറാലി അതിന്റെ കടന്നു പോകുന്ന വഴികൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആകാശ ദൃശ്യങ്ങളിലൂടെ ആശ്രമം മൈതാനം ഇങ്ങനെ ചെങ്കടലായി മാറി എന്ന് ആരും പറയാതെ ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യമാണ്.